ഹായ് ആൾ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈക്രോബയോളജിയുടെ നെക്സ്റ്റ് സെക്ഷനിലെ കുറച്ച് MCQs ആണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് MCQs നമ്മൾ ചർച്ച ചെയ്തു. ഇത് നെക്സ്റ്റ് സെക്ഷനാണ്. നെക്സ്റ്റ് സെക്ഷനിൽ കുറച്ച് MCQs നമുക്ക് പറയാം. The first question, which of the following is not a part of the mechanical system of a compound microscope? ഇതിലേതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ വരാത്തത്? The option A, Codes adjustment, option B, stage, option 3, objective lenses, the next fourth option is body tube. ഓൾറെഡി നമ്മൾ മൈക്രോസ്കോപ്പിനെ രണ്ടായിട്ടാണ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സിനെ മെക്കാനിക്കൽ എന്നും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ എന്നും നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കലിൽ വരുന്നതാണ് ഫുട്ട്, ലിംബ്, സ്റ്റേജ്, സബ് സ്റ്റേജ് ഇവയെല്ലാം. അതിനകത്ത് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റും സ്റ്റേജും ബോഡി ട്യൂബും എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഒപ്റ്റിക്കൽ പാർട്ടിൽ വരുന്നതാണ് എന്ത്? ഒബ്ജക്റ്റീവ് ലെൻസസ്. അപ്പോൾ ഇതിനകത്ത് പെടാത്തത് ഏതാണ്? മെക്കാനിക്കൽ വരാത്ത ഒന്നാണ് ഏത്? ഒബ്ജക്റ്റീവ് ലെൻസസ്. ദ ആൻസർ ഈസ് ഒബ്ജക്റ്റീവ് ലെൻസസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ optical system of a compound microscope? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ വരാത്തത് ഏതാണ്? ഈ ഒരു പാർട്ട് ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ വരുന്നതല്ല. നമുക്ക് പറയാം. ഒക്കുലർ ലെൻസസ്, ഓപ്ഷൻ എ ഒക്കുലർ ലെൻസസ്, ഓപ്ഷൻ ബി കണ്ടൻസേഴ്സ്, ഓപ്ഷൻ 3 ഇലുമിനേറ്റർ, ഓപ്ഷൻ 4 ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പാർട്ടിൽ ഓൾറെഡി എന്തൊക്കെ വരുന്നുണ്ട്? ഒപ്റ്റിക്കൽ പാർട്ടിൽ മാഗ്നിഫൈങ് പാർട്സും വരുന്നുണ്ട്, ഇലുമിനേറ്റിംഗ് പാർട്സും വരുന്നുണ്ട്. മാഗ്നിഫൈങ് പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ്, ദാറ്റ് ഇസ് ഐ പീസ് ലെൻസസ്, പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസസ് ആയിട്ടുള്ള ലോ പവർ, ഹൈ പവർ, ഓയിൽ ഇമേർഷൻ ഒബ്ജക്റ്റീവ്സ്. ഇലുമിനേറ്റിംഗ് പാർട്സ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് ഐറിസ് ഡയഫ്രം ആൻഡ് മിറർ. പിന്നെ അത് വരാത്ത ഒന്നെന്ന് പറയുന്നത് ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ദ ആൻസർ ഈസ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ഇൻ ആൻ ഓട്ടോക്ലേവ്? ഇതിൽ ഏതൊക്കെ ആർട്ടിക്കിൾസിൽ നമുക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തൊക്കെ വസ്തുക്കൾ ഇതിനകത്ത് ഓട്ടോക്ലേവ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷൻ ഗ്ലൗസ്, സെക്കൻഡ് ഓപ്ഷൻ കൾച്ചർ മീഡിയ, തേർഡ് ഓപ്ഷൻ ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, ദ ഫോർത്ത് ഓപ്ഷൻ ഈസ് ആൾ ഓഫ് എബോ. ദ ആൻസർ ഈസ് ആൾ ഓഫ് ദസ് ആണ്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഗ്ലൗസ് ആയാലും ഡ്രസ്സിംഗ് മെറ്റീരിയൽസ് ആയാലും കൾച്ചർ മീഡിയാസ് ആയാലും നമുക്ക് ഓട്ടോക്ലേവ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? സ്റ്റെറിലൈസ് ചെയ്യാം, അണുവിമുക്തീകരണം നടത്താം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസിൻഫെക്റ്റൻറ്റ് ആക്ട് ബൈ ഡിസ്ട്രിപ്റ്റിംഗ് മൈക്രോബിയൽ മെംബ്രെയിൻസ്? ഇതിലേതാണ് മൈക്രോബിയൽ മെംബ്രെയിൻസിനെ അല്ലെങ്കിൽ ഒരു മൈക്രോബ്സിൻ്റെ മൈക്രോബാക്ടീരിയയുടെ ഒരു മെംബ്രെയിനെ ഡിസ്ട്രിപ്ഷൻ നശിപ്പിക്കാൻ ശക്തിയുള്ളത് എന്തിനാണ്? ദ ഫസ്റ്റ് വൺ cationic detergents, the second option halogens, third option heavy metals, then fourth option is aldehyde. The answer is cationic detergents. Cation detergents മൈക്രോബിയൽ മെംബ്രെയിൻസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെയധികം കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് ടു സ്റ്റെറിലൈസ് ലബൈൽ സൊല്യൂഷൻ? ലബൈൽ സൊല്യൂഷനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലബൈൽ എന്ന് വെച്ചാൽ ഹീറ്റ് ലബൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് നമ്മൾ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലുമൊക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉള്ളതാണ്. എന്ന് വെച്ചാൽ കൂടുതൽ ഹീറ്റിനെ ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവിക്കാനകത്ത് എന്തെങ്കിലും കണ്ടൻസ് ഡിസ്ട്രോയ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള അതിനെ എങ്ങനെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം? സ്റ്റെറിലൈസ് ചെയ്യാൻ ഇതിനകത്ത് ഏത് മെത്തേഡാണ് ഏറ്റവും നല്ലത്? ബെസ്റ്റ് മെത്തേഡ്. ദ ഫസ്റ്റ് ഓപ്ഷൻ ഡ്രൈ ഹീറ്റ്, second option autoclave, third option membrane filtration, and the fourth option is pasteurization. The answer is membrane filtration. അപ്പം മെംബ്രെയിൻ ഫിൽട്രേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
സ്റ്റെറിലൈസ് ചെയ്യുന്നത്. എന്ത് പ്രോഡക്റ്റിനെയാണ്? ഹീറ്റ് ലബൈലായിട്ടുള്ള സൊല്യൂഷൻസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസിൻഫെക്റ്റൻറ്റ് കണ്ടെയ്നിങ് ഹെവി മെറ്റൽസ്? ഇവയിലേതാണ് അല്ലെങ്കിൽ ഇവയിലേത് ഒരു ഡിസിൻഫെക്റ്റൻറ്റ് അല്ല, ഹെവി മെറ്റൽസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിസിൻഫെക്റ്റൻ്റ് അല്ല? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ സിൽവർ നൈട്രേറ്റ്, ഓപ്ഷൻ ബി മെർക്കുറോക്രോം, ഓപ്ഷൻ 3 കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ 4 ക്ലോറിൻ. ദ ആൻസർ ഈസ് ക്ലോറിൻ. ക്ലോറിൻ നമ്മളൊരു മെറ്റലിന് വേണ്ടിയല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലും ക്ലോറിൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? വാട്ടറിൽ മാത്രമാണ് അല്ലേ? ദ ആൻസർ ഈസ് ക്ലോറിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സർഫസ് ആക്റ്റീവ് ഡിസിൻഫെക്റ്റൻറ്റ്? ഏതാണ് സർഫസ് ആക്റ്റീവ് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് വൺ ആംഫോട്ടറിക് കോമ്പൗണ്ട്, സെക്കൻഡ് വൺ കാറ്റയോണിക് കോമ്പൗണ്ട്, തേർഡ് വൺ നോൺ അയണിക് കോമ്പൗണ്ട്, the fourth option anionic compound. The answer is cationic compound. കാറ്റയോണിക് കോമ്പൗണ്ടിനെയാണ് നമ്മൾ സർഫസ് ആക്റ്റീവ് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിൽക്ക് പാസ്ചറൈസ്ഡ് ഇൻ ബാച്ച് മെത്തേഡ് ബൈ കീപ്പിംഗ് ഇറ്റ് അറ്റ്. മിൽക്കിനെ പാസ്ചറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ടെമ്പറേച്ചേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് ഓപ്ഷൻ 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 minutes. The second option 73 degrees Celsius for 72 degrees Celsius for 60 seconds. Third option 73 degrees Celsius for 30 minutes. The next option 72 degrees Celsius for 6 minutes. The answer is 72 degree Celsius for 6 minutes. നമ്മൾ ഓൾറെഡി മിൽക്കിനെ പാസ്ചറൈസേഷൻ നടത്താൻ വേണ്ടി നമ്മൾ 2 മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഹോൾഡർ മെത്തേഡും ഫ്ലാഷ് പ്രോസസ്സുമാണ് പ്രധാനമായി നമ്മൾ മിൽക്ക് സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യുന്ന 2 മെത്തേഡുകളെന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Which of the following skin disinfectant are most frequently used? ഇവയിലേതാണ് സ്കിൻ ഡിസിൻഫെക്റ്റൻസ്, നമ്മുടെ സ്കിന്നിൽ ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? The option is isopropyl alcohol. The second option ethyl alcohol. The third option both 1 and 2. The next fourth option none of this. ഇതിനകത്ത് ഏതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും ഈഥൈൽ ആൽക്കഹോളും ഇത് രണ്ടും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? സ്കിന്നിൽ ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദ ആൻസർ ഈസ് ബോത്ത് 1 and 2. എന്താണ് ഡിസിൻഫെക്റ്റൻറ്റ്? എന്തെങ്കിലും ഒരു പത്തോജനിക് ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ വന്ന് അതൊരു ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ഇടവന്നാൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത്. ദ next question is, all of the following are sporocidal extract. ഇതിലേതാണ് സ്പോറോസിഡൽ എക്സ്പെക്ട്സ് എന്ന് പറയുന്നത്? ഓപ്ഷൻ 1 ഗ്ലൂട്രാൽഡിഹൈഡ്, ഓപ്ഷൻ 2 എഥിലീൻ ഓക്സൈഡ്, ഓപ്ഷൻ 3 ഫോമാൽഡിഹൈഡ്, ഓപ്ഷൻ 4 ആൽക്കഹോൾ. ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആൽക്കഹോൾ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is most effective for
sterilizing mattress and plastic petri plate. പ്ലാസ്റ്റിക് അല്ല പെട്രി ഡിഷസിനെയും നമ്മളതുപോലെ തന്നെ മാട്രസിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് ഓപ്ഷൻ ക്ലോറിൻ, സെക്കൻഡ് ഓപ്ഷൻ ഇഥൈലിൻ ഓക്സൈഡ്, ദ നെക്സ്റ്റ് ഓപ്ഷൻ ഗ്ലൂട്ടാൽഡിഹൈഡ്, ദ ഫോർത്ത് ഓപ്ഷൻ അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ദ ആൻസർ ഈസ് എഥിലിൻ ഓക്സൈഡ്. എഥിലിൻ ഓക്സൈഡാണ് നമ്മൾ മാട്രസ്, പ്ലാസ്റ്റിക് പെട്രി പ്ലേറ്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാക്ടീരിയസിഡൽ കോൺസെൻട്രേഷൻ ഓഫ് ഫീനോൾ ഈസ്. ഫീനോളിൻ്റെ ബാക്ടീരിയസിഡൽ കോൺസെൻട്രേഷൻ എത്രയാണ്? ഓപ്ഷൻ 1 0.25%, ഓപ്ഷൻ 2 0.5%, ഓപ്ഷൻ 3 0.75%, ഓപ്ഷൻ 4 1%. The answer is 1%. The next question, which disinfectant was the most effective against salmonella? സാൽമോണലയ്ക്ക് മോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ഫീനോൾ, ദ സെക്കൻഡ് ഓപ്ഷൻ സിറ്റൈൽ പിറിഡിനിയം ക്ലോറൈഡ്, ദ നെക്സ്റ്റ് ഓപ്ഷൻ ഹെക്സാ ക്ലോറോഫിൻ, ദ നെക്സ്റ്റ് ഓപ്ഷൻ മെർത്തിയോളൈറ്റ്. ദ ആൻസർ ഈസ് മെർത്തിയോളൈറ്റ്. മെർത്തിയോളൈറ്റ് ആണ് മോസ്റ്റ് ഇഫക്റ്റീവായിട്ട് സാൽമോണലയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കിൽ എൻഡോസ്പോർ? ഇതിലേതാണ് എൻഡോസ്പോറിനെ കില്ല് ചെയ്യാത്തത്? ഫസ്റ്റ് ഓട്ടോക്ലേവ്, സെക്കൻഡ് ഓപ്ഷൻ ഇൻസിനറേഷൻ, തേർഡ് ഓപ്ഷൻ ഹോട്ട് എയർ സ്റ്റെറിലൈസേഷൻ, ദ ഫോർത്ത് ഓപ്ഷൻ പാസ്ചറൈസേഷൻ. ദ ആൻസർ ഈസ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ എന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് ഹീറ്റിംഗ് ആണ് കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഥിലിൻ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ഓർ കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോബ്സ്? ഇതിലേതാണ് എഥിലിൻ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് കില്ല് ചെയ്യുന്നത്? ഇതിനെയൊക്കെ കില്ല് ചെയ്യാനുള്ള ശക്തി എഥിലിൻ ഓക്സൈഡിന് ഉണ്ടെന്നാണ്. ഫസ്റ്റ് ഓപ്ഷൻ ബാക്ടീരിയ, സെക്കൻഡ് ഓപ്ഷൻ ഫംഗൈ, നെക്സ്റ്റ് വൺ സ്പോട്സ്, ഫോർത്ത് വൺ ആൾ ഓഫ് ദസ്. ദ ആൻസർ ഈസ് ആൾ ഓഫ് ദസ്. ഇതിനെല്ലാം എന്ത് കില്ല് ചെയ്യുന്നുണ്ട്? ഇഥൈൽ ഓക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഇത് കില്ലിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻറ്റ്? ഇതിലേതാണ് ഫസ്റ്റ് യൂസ് ചെയ്ത ആൻറ്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റൻറ്റും? That is first option chlorine, second option phenol, the third option iodine, the fourth option is alcohol. The answer is phenol. The next question, microbes can be removed from a liquid solution by the process of. മൈക്രോബ്സിനെ ലിക്വിഡ് സൊല്യൂഷനിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര്. The first one filtration, the second one freeze drying, the third one osmosis, the fourth one desiccation. The method is filtration. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.